ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ നമ്മുടെ 10 ഗോൾഡൻ റൂൾസിലെ ആറാമത്തെ പോയിന്റ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രാക്ടീസ് MCQs ആൻഡ് PYQs. ഓക്കെ, നമ്മൾ പ്രിപ്പറേഷൻ നടത്തുന്ന സമയത്ത് എക്സാംസ് എഴുതുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്, അത് സംഭവിച്ചു. പക്ഷെ നിങ്ങൾ പഠിച്ച കാര്യം ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണ്? അത് പ്രാക്ടീസ് പേപ്പേഴ്സ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ പ്രാക്ടീസ് പേപ്പേഴ്സ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു മെറ്റീരിയൽ ഉണ്ടെങ്കിൽ ആ മെറ്റീരിയൽ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ക്വസ്റ്റ്യൻസിന് ലെവൽസ് ഉണ്ട്. ഇപ്പോൾ ഈസി ലെവൽ, മീഡിയം ലെവൽ അല്ലെങ്കിൽ ടഫ് ലെവൽ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. മെജോറിറ്റി ഓഫ് കുട്ടികൾക്കും പറ്റിപ്പോകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവര് ആദ്യമൊക്കെ എടുത്ത് ചെയ്യുന്നത് ചിലപ്പോൾ ഈ പറയുന്ന ടഫ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഈ ടഫ് ലെവൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റാതെ വരുമ്പോൾ അവർ വിചാരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അയ്യോ ഞാൻ പഠിച്ചത് ശരിയായില്ല, അല്ലെങ്കിൽ ഞാൻ പഠിച്ചത് തെറ്റായി പോയി, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെ ചിന്തിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ആദ്യമേ കയറിയിട്ട് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാതിരിക്കുക. ഇതാണ് ഫസ്റ്റ് തിങ് ടു ഡു. ഓക്കെ, എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈസി ലെവൽ ക്വസ്റ്റ്യൻസ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഈസി ലെവൽ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക? ഈസി ലെവൽ ക്വസ്റ്റ്യൻസ് ചിലപ്പം നമ്മുടെ മെറ്റീരിയൽസിനകത്തൊക്കെ എല്ലാം കൂടെ മിക്സഡ് ആയിട്ടായിരിക്കും കിടക്കുക. ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ മിക്സഡ് ആയിട്ടായിരിക്കും കിടക്കുക. അതിൽ നിന്ന് പിക്ക് ചെയ്ത് തരുന്നത് സാധാരണ രീതിയിൽ സാറന്മാരാണ് ചെയ്യേണ്ടത്. സാറന്മാർ അത് ക്ലാസ്സിൽ പറഞ്ഞു കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു ഹോംവർക്ക് പോലെ കൊടുത്തു വിട്ടാൽ മതി. അതായത് ഈ പറയുന്ന ക്വസ്റ്റ്യൻസിൽ നിന്ന് ഇന്ന ക്വസ്റ്റ്യൻസ് നാളത്തേക്ക് ചെയ്തിട്ട് വരണം എന്ന് കുട്ടിയുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഈസി ലെവൽ ക്വസ്റ്റ്യൻസ് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ അവൈലബിൾ ആണ്, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ലിസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഈസി ലെവൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ കൺസെപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എല്ലാ ദിവസവും എഴുതുന്ന ഡെയിലി ടെസ്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വീക്ക്ലി ടെസ്റ്റ് ആയിക്കോട്ടെ, അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുക. ഇമ്പോർട്ടൻറ്റ് തിങ്. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, എല്ലാവരും മിസ്സാക്കുന്ന ഒരു കാര്യമാണ്. അതായത് എക്സാം എഴുതി കഴിയുന്നു, ക്വസ്റ്റ്യൻ പേപ്പർ ഒഴിവാക്കുന്നു. നോ, ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഒരു റിസോഴ്സ് ആണ്. അതിനെ വീണ്ടും എന്ത് ചെയ്യുക? യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുക. അതാണ് അടുത്തത്. ഇനി അടുത്തത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. സാധാരണ ഇതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ സാധാരണ നമ്മൾ നടത്തുന്ന എക്സാംസിൽ എന്ത് ചെയ്യും? ഈ പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ഇനി അല്ല, നിങ്ങൾക്ക് എക്സാക്ട്ലി സിമിലർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എക്സാക്ട്ലി ആ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ എടുത്ത് ചെയ്യണമെന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് വെബ്സൈറ്റുകളിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക NTR വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അങ്ങനത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. സോ എവറി ടൈം യു റിമെമ്പർ, എത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾ പെർഫെക്റ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഇനി നിങ്ങൾ ഒരിക്കലും വിട്ടുപോകാൻ പാടില്ലാത്തൊരു കാര്യമാണ് NCERT ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ക്വസ്റ്റ്യൻസ്. അതൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കണമെന്നില്ല, ബട്ട് ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ നമ്മുടെ NCERT-യിൽ ഇപ്പം പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതേപോലെ തന്നെ എൻഡിൽ കാണുന്ന എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ സോൾവ്ഡ് എക്സാമ്പിൾസ് ഉണ്ടാവും. ഈ പറയുന്ന സാധനങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്തിരിക്കണം. ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ചില എക്സാംസിൽ, പണ്ട് നടന്നിരുന്ന എക്സാംസിലൊക്കെ ഇതിന്റെ നമ്പേഴ്സ് മാറ്റിയിട്ട്, അതായത് വാല്യൂസ് മാറ്റിയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതായത് എക്സാക്ട് ക്വസ്റ്റ്യൻ തന്നെയാണ്, ബട്ട് എന്താണ് വാല്യൂസ് ചേഞ്ച് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം കൂടെ ഉള്ളത് കൊണ്ട് നിങ്ങൾ അതിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക. സോ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? ഈ പറയുന്ന MCQ പ്രാക്ടീസ് ചെയ്യാനും PYQ പ്രാക്ടീസ് ചെയ്യാനും എന്തായാലും പ്രാക്ടീസ് ചെയ്തിരിക്കണം. നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കണം. ഫിസിക്സിലൊക്കെ മസ്റ്റ് ആണ് ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളത്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുക. പിന്നെ കാറ്റഗറൈസേഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് എപ്പോഴും ഓർത്ത് വയ്ക്കുക. ഇപ്പം ബയോളജി നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് ഡയറക്ട്ലി ആൻസർ ചെയ്യാൻ പറ്റുന്ന വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ടാവും, അസേർഷൻ റീസൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ടാവും, മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പിക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് പഠിക്കുക. എപ്പോഴും ഒരേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ മാത്രം ചെയ്ത് നോക്കാതിരിക്കുക, പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് പോയിന്റുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് താങ്ക് യു.